നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തമിഴ്നാട് സ്റ്റേറ്റിലെ BSc നഴ്സിംഗ് അഡ്മിഷൻ്റെ ഒരു അപ്ഡേഷനുമായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. തമിഴ്നാട് സ്റ്റേറ്റിൽ BSc നഴ്സിംഗ് അഡ്മിഷൻ എടുക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ യൂണിവേഴ്സിറ്റിയുടെ എലിജിബിലിറ്റി നേടേണ്ടതാണ്. എലിജിബിലിറ്റി നേടാത്ത വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ എടുത്താലും യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ ലഭിക്കുകയില്ല, അവർക്ക് എക്സാം എഴുതാൻ സാധിക്കുകയുമില്ല. അതുപോലെ തന്നെ തമിഴ്നാട് സ്റ്റേറ്റിൽ ധാരാളം സ്കാമുകൾ നടക്കുന്നുള്ളതുകൊണ്ട് തമിഴ്നാട് സ്റ്റേറ്റിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിനായി തമിഴ്നാട് കോളേജസ് സെലക്ഷൻ നടത്തുമ്പോൾ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം, സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം, സ്വന്തമായിട്ടുള്ള ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ മലയാളി വിദ്യാർത്ഥികളുടെ പെർഫോമൻസ് ചാർട്ട്, അവർ പാസ് ഔട്ടായിട്ടുണ്ടെങ്കിൽ അത് എത്ര ശതമാനം മാർക്കോടുകൂടി പാസ്സായിട്ടുണ്ട്, അതുപോലെ തന്നെ അവരുടെ പഠന നിലവാരം, ടീച്ചർമാർ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ടോ, ഫാക്കൽറ്റീസ് പെർഫോമൻസ്, അതുപോലെ തന്നെ കൃത്യമായിട്ട് ഓഡിറ്റിംഗ് നടത്താറുണ്ടോ, അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്ലിനിക്കൽ പ്രാക്ടീസ് നടത്താറുണ്ടോ, കൃത്യമായിട്ടാണോ നടത്തുന്നത്, ഓൺ എക്സാമിനേഷൻ സെൻറ്റർ ആണോ, ഇങ്ങനെ തുടങ്ങിയ കുറച്ച് കീ പാരാമീറ്റേഴ്സ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ചില കോളേജുകളിൽ ഫീസ് കൂടുതലും കുറവുമായിട്ട് നിങ്ങൾക്ക് കാണാനും കേൾക്കാനുമുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് മാർഗ്ഗനിർദ്ദേശമില്ലാതെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ വഞ്ചിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും മറ്റ് ഇൻഫർമേഷനുമായിട്ട് താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക്